നമ്മുടെ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മൾ സെക്കൻഡ് പാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും നമുക്ക് എന്താണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്, എന്തിനൊക്കെ വേണ്ടിയാണ് നമ്മളിത് ഇങ്ങനെ ഈ കോമ്പിനേഷൻ ചൂസ് ചെയ്തതെന്നൊക്കെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ഈ ഫാക്ടറിയുടെ ഓവറോൾ ഒരു വർക്കിങ്ങും അവർക്ക് എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ടെന്നൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ പൊടിക്കലും മിക്സിങ്ങും എല്ലാം കഴിഞ്ഞ ശേഷം ഫൈനൽ ഔട്ട് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. നമുക്കിത് പാക്ക് ചെയ്യുന്നതാണെങ്കിൽ 25 കിലോ 50 കിലോ എന്നുള്ള തോതിൽ നമുക്ക് ചാക്കിൽ പാക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ 50 കിലോ ആണ് നമ്മൾ എടുത്തത്. നമുക്ക് കൊണ്ടുവരാനുള്ള ഒരു എളുപ്പത്തിന് 25 കിലോ ആണ് ധാരാളം ചാക്കുകളാവുമെന്ന് ഓർത്ത് 50 കിലോ പാക്കിംഗ് ആണ് ഇട്ടത്. കറക്റ്റായിട്ട് തൂക്കം നോക്കി നല്ലപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ പേരെഴുതി മാർക്ക് ചെയ്ത് അട്ടിയിട്ടിട്ടാണ് നമ്മൾ അവിടുന്ന് പോരുന്നത്. അതിന് ശേഷം പിറ്റേ ദിവസം അവർ ഷിപ്പ് ചെയ്ത് തരുകയാണ് ചെയ്തത്. നമ്മൾ അന്ന് ദിവസം തന്നെ നമ്മൾ ഷിപ്പ് ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടുന്ന് മാർക്കർ മേടിച്ച് നമ്മുടെ ചാക്കിൽ നമ്മുടെ പേര് എഴുതി വെച്ചിട്ട് പോരാന്നാണ്. നമുക്കൊരു കാരണവശാലും നമ്മുടെ ലോഡ് മാറാതിരിക്കാൻ, നമ്മളെടുക്കുന്ന കോമ്പിനേഷൻ മറ്റൊരാൾക്ക് പോകാതിരിക്കാനായിട്ട് കൃത്യമായിട്ട് എല്ലാവരും അതിലെ പേര് മാർക്ക് ചെയ്തിട്ട് പോരുന്നതായിരിക്കും നല്ലത്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് വന്ന് പിറ്റേ ദിവസം നമുക്ക് അവർ ഇറക്കി തന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ സൗകര്യമായിരിക്കും. അപ്പോൾ പാക്കിംഗ് ഒക്കെ തകൃതിയായിട്ട് നടക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഫാക്ടറിയിലെ മറ്റ് വിശേഷങ്ങളും മറ്റെന്തൊക്കെ പ്രോഡക്റ്റുകളാണ്, ഇതെങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ വേപ്പും കുരുവിൻ്റെ സ്റ്റോക്കുകൾ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് നമുക്ക് വരാം. ഇതാണ് ഇവിടുത്തെ വേപ്പും കുരുവിൻ്റെ സ്റ്റോക്ക്. നല്ല അധികം സ്റ്റോക്കുകളുണ്ട്. അത് തരം തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. തമിഴ്നാട് കുരു, ഗുജറാത്ത്, മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നത്, ആസാമിൽ നിന്ന് വരുന്നത്, അങ്ങനെ തരം തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് ക്വാളിറ്റിയാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാമെന്നാണ് വന്ന് കണ്ടിട്ട്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ വേപ്പും പിണ്ണാക്ക് ആട്ടിയെടുക്കുന്നത് എങ്ങനെയാണെന്നാണ്. അതിനായിട്ട് നമ്മൾ ഈ കാണുന്ന ഒരു ഭാഗത്തോട്ട് വേപ്പും കുരു ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി റണ്ണർ ഓടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചക്കിലോട്ട് കുരു തന്നെ ലോഡായിക്കോളും. അങ്ങനെ ലോഡായ കുരു അവിടെ ചക്കിലാട്ടി പിണ്ണാക്കായിട്ട് ട്രോളിയിലോട്ട് വീഴുന്നു. അത് നമുക്ക് പൗഡർ ഫോമായിട്ടാണ് വേണമെങ്കിൽ ട്രോളി കൂടെ കയറി മേളിൽ ചാടുമ്പോഴത്തേക്ക് പൊടിഞ്ഞ് നല്ല പൗഡർ ഫോമായിട്ട് വരും. പിണ്ണാക്കായിട്ടാണ് വേണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്ക് കളക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സംവിധാനം. അപ്പോൾ ഫ്രണ്ട്സ്, ഹൈ റേഞ്ചിൻ്റെ അടുത്ത ഒരു പ്രോഡക്റ്റ് ആണ് മീൽ എന്ന് പറയുന്നത്. നമ്മൾ പല മീലുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇടുക്കിയുടെ തനതായ മീലാണെന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. ഹൈ റേഞ്ച് മീല് ഈ ഒരു സെറ്റപ്പിലാണ് നമുക്ക് അവൈലബിൾ ആകുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചേട്ടൻ പറയും നമ്മളോട്. മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ് ആയിരിക്കുന്നത് എല്ലുപൊടി, വേപ്പിണ്ണാക്ക്, ആവണക്ക പിണ്ണാക്ക്, ഇലിപ്പ പിണ്ണാക്ക്, പിന്നെ ബയോ പൊട്ടാഷ്. ഇതാണ് മെയിൻ കണ്ടന്റ് ഇതിനകത്ത്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മണ്ണ് പണിക്ക് മുന്നേ ഇട്ട് കൊടുത്ത മണ്ണ് പണിയാണ്. ഓക്കെ, എന്തായാലും പാക്ക് ചെയ്യാതെ കിടക്കുന്നതാണോ? ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ടവർക്ക് എന്താണ് ഗ്രീൻ ഇതെന്നെ മീല്, ഹൈ റേഞ്ച് മീലിന്റെ കണ്ടന്റ് എന്താണെന്ന് കാണേണ്ടവർക്ക് ആവണക്ക് പിണ്ണാക്ക് ഐറ്റം കൂടെ എല്ലുപൊടി, ഇതാണ് ബയോ പൊട്ടാഷ്. ഉരുണ്ട് കിടക്കുന്നതാണല്ലേ ബയോ പൊട്ടാഷ്. നമുക്കൊരു ചെടിക്ക് എത്ര കിലോ വരെ കൊടുക്കാം? ഇത് മിനിമം 1 കിലോയിലും കൊടുക്കാം. 1 കിലോ ചെടിയുടെ വലിപ്പം അനുസരിച്ച്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് വന്ന് നിന്ന് പൊടിക്കാൻ സമയമില്ലാത്തവർക്ക് മീലും പാക്ക് ചെയ്തുകൊണ്ട്, അതേപോലെ ഗ്രീൻ എക്സ് ഗോൾഡ് അല്ലേ പിണ്ണാക്ക്, എല്ലാ സാധനവും നമുക്ക് പൊടിക്കാതെ പാക്കിംഗ് ആയിട്ടും അവൈലബിൾ അല്ലേ? ഓക്കെ. അതേപോലെ തന്നെ നമ്മുടെ എല്ലുപൊടിയുടെ ക്വാളിറ്റി അറിയണമെങ്കിൽ നമ്മൾ ഇവിടെ നോക്കിയാൽ മതി. നമുക്ക് ഇവിടെ വരുമ്പോൾ നല്ല സ്മെല്ലുമാണ്. അതേപോലെ വണ്ട് എത്രത്തോളം ഉണ്ട്, വണ്ട് പുഴുക്കളെല്ലാം ആസിഡ് ഇട്ട എല്ലുപൊടിയിൽ ഒരിക്കലും ഇതുപോലെ ജീവികൾ വരില്ല.
പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ ലോഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോഡ് ഇറക്കിയതിന് ശേഷം നമുക്കൊരു ചാക്ക് പൊട്ടിച്ച് എങ്ങനെയാണ് നമ്മൾ ഫൈനൽ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മളൊരു ചാക്ക് പൊട്ടിച്ച് അതിനകത്ത് നിന്ന് കുറച്ച് സാമ്പിൾ എടുത്താണ്, 1/2 കിലോ ആണിത്. അപ്പോൾ നമ്മളിതിനകത്ത് മെയിനായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വേപ്പും പിണ്ണാക്കുണ്ട്, പുങ്കം പിണ്ണാക്കുണ്ട്, ഇലിപ്പ പിണ്ണാക്കുണ്ട്, എള്ളും പിണ്ണാക്കുണ്ട്, കടലപ്പിണ്ണാക്കുണ്ട്. 5 കൂട്ടം പിണ്ണാക്കാണ് മെയിനായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഈ പുങ്കം പിണ്ണാക്കിന് നല്ല പെസ്റ്റ് റിപ്പൽസൻസ് ഉണ്ട്. അതുപോലെ തന്നെ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം ഒരു നല്ല പെർസെൻറ്റേജ് ഇതിനകത്തുണ്ട്. ഇത് കൂടാതെ സൾഫറും മഗ്നീഷ്യവും നല്ലപോലെ ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ പുങ്കം പിണ്ണാക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ള കാരണം. അതേപോലെ തന്നെയുള്ള മെയിനായിട്ട് ഒരു ആഡ് ചെയ്തേക്കുന്ന ഒരു സാധനമാണ്, ഏറ്റവും കൂടുതൽ ആഡ് ചെയ്തേക്കുന്ന ഒരു സാധനമാണ് ആവണക്കിൻ്റെ പിണ്ണാക്ക്. ആവണക്കിൻ്റെ പിണ്ണാക്ക് നമ്മൾ ആഡ് ചെയ്യാൻ കാരണം നല്ല പെസ്റ്റ് റിപ്പൽസി, പ്രത്യേകിച്ച് നെമറ്റോഡ് പോലുള്ള ചെടികളുടെ വേരിനെ ആക്രമിക്കുന്ന ജീവികളിൽ നിന്ന് നല്ലൊരു കൺട്രോൾ നമുക്ക് കിട്ടും ഈ ആവണക്കും പിണ്ണാക്കിൻ്റെ ഒരു വിഷം. അതേപോലെ വേപ്പും പിണ്ണാക്കും പുങ്കം പിണ്ണാക്കും ഇതേ ഒരു പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. വേരിനെ ആക്രമിക്കുന്ന വേരുപുഴു, മീലിബഗ്, നെമറ്റോഡിനെ ചെടിയിൽ നിന്ന് അകറ്റി നിർത്തുകയാണ് പൊതുവെ ഈ പിണ്ണാക്കുകൾ ചെയ്യുന്നത്. ഇതുകൂടാതെ നമുക്ക് ചെടിക്ക് വേണ്ട NPK ന്യൂട്രിയൻസ്, അതേപോലെ പുങ്കം പിണ്ണാക്കിനകത്ത് സൾഫറും മഗ്നീഷ്യവും നല്ല പോലെ ഉണ്ട്. പിന്നെ എള്ളും പിണ്ണാക്കിനകത്ത് വന്നിട്ട് സിങ്ക് നല്ല പെർസെൻറ്റേജ് ഉണ്ട്. ഇലിപ്പ പിണ്ണാക്കിൽ സൾഫറുണ്ട്. അങ്ങനെ കുറച്ച് കണ്ടൻസാണ് നമ്മൾ ഇത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. പിന്നെ ഫോസ്ഫറസ് കുറച്ചും കൂടെ കിട്ടാനായിട്ട് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തേക്കുന്ന എല്ലുപൊടി ആഡ് ചെയ്തിട്ടുണ്ട്, നല്ല ബോൺ മീൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മൾ ചെടിക്ക് കുറച്ചും കൂടെ ഏലച്ചെടിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള 1-2 മൈക്രോന്യൂട്രിയൻസ് ആണ് സിങ്ക്, മഗ്നീഷ്യം, ബോറോൺ. അത് അഡീഷണലി കുറച്ചും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സിങ്കും ബോറോണും, സിങ്ക് സൾഫേറ്റ്, ബോറാക്സ് പ്ലസ് മഗ്നീഷ്യം സൾഫേറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മൾ ആഡ് ചെയ്തേക്കുന്ന പെസ്റ്റ് റിപ്പലൻസിക്ക് വേണ്ടി പുകയില നമ്മൾ നല്ലൊരു കണ്ടൻറ്റാണ്. പെസ്റ്റ് റിപ്പലൻസിക്ക് വേണ്ടി വേരുപുഴു, മീലിബഗ് പോലുള്ള ജീവികൾ നല്ല രീതിയിൽ നിന്ന് ചെടിയിൽ നിന്ന് അകന്ന് നിൽക്കും. നമ്മൾ പുകയില ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അങ്ങനെ പുകയില അല്പം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത ഒരു നമ്മൾ ചെടിക്ക് വേണ്ട പെസ്റ്റ് റിപ്പലൻസിക്കുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അതേപോലെ തന്നെ ചെടിക്ക് വേണ്ട NPK നമ്മൾ ചെയ്തു, മൈക്രോന്യൂട്രിയൻസ് ഇതിനകത്ത് ആഡ് ചെയ്തു. അടുത്തത് നമ്മൾ ഈ മണ്ണിലോട്ട് കൊടുത്താൽ മാത്രം പറ്റും, നമുക്ക് നല്ല രീതിയിൽ ചെടി എടുക്കണം. അതിന് വേണ്ടിയുള്ളൊരു 4 കണ്ടൻറ്റുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഹുമിക്ക, ഫൾവിക്ക, അമിനോസ, സീബീഡ് അങ്ങനെ 4 കണ്ടൻറ്റാണ് നമ്മൾ കൊടുത്തത്. ആദ്യം ഹുമിക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടിയുടെ റൂട്ട് ഡെവലപ്മെൻറ്റ്സിന് ഏറ്റവും മുഖ്യമായിട്ടുള്ളൊരു സാധനമാണ് ഹുമിക്ക. അപ്പോൾ നമ്മൾ ഹുമിക്ക എന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേരില്ലാത്ത ചെടികളാണ്, പെട്ടെന്നും വേരുണ്ടാകും. അതേപോലെ ഫൾവിക്കും അതുപോലെ റൂട്ട് ഡെവലപ്മെൻറ്റ്സിന് നല്ലപോലെ സഹായിക്കുന്ന ഒരു കണ്ടൻറ്റാണ്. അങ്ങനെ ഈ 2 കണ്ടൻറ്റുകൾ നല്ല രീതിയിൽ റൂട്ട് ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് അമിനോസും സീബീഡും റൂട്ട് ഡെവലപ്മെൻറ്റിന് സഹായിക്കുമെങ്കിലും ഏറ്റവും കൂടുതൽ അമിനോസും സീബീഡും ചെടിയിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോസിന്തസിസിൻ്റെ അളവ് നല്ലപോലെ കൂട്ടി ചെടിയുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നത് കൂടെ ന്യൂട്രിയൻസിൻ്റെ അപ്ടേക്ക് നല്ലപോലെ കൂട്ടും. അങ്ങനെ നല്ല രീതിയിൽ റൂട്ട് ഡെവലപ്മെൻറ്റ്സും നല്ല രീതിയിലുള്ള ന്യൂട്രിയൻസിൻ്റെ അപ്ടേക്ക് ഉണ്ടാക്കുന്നത് ചെടി നല്ല ഗ്രോത്ത് കാണിക്കും, അതേപോലെ നല്ല ഈൽഡും നൽകും. അങ്ങനെ ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുത്തിരുന്നത്. ശരിക്കും നമുക്ക് വേപ്പും പിണ്ണാക്ക്, പുങ്കം പിണ്ണാക്ക്, ഇലിപ്പ പിണ്ണാക്ക്, ആവണക്കം പിണ്ണാക്ക്, ഈ 4 പിണ്ണാക്ക് നമുക്ക് നല്ല പെസ്റ്റ് റിപ്പലൻസ് ഉള്ളതാണ്. ഇത് 4 നല്ല വിഷവും നല്ല കയ്പ്പ്, നല്ല കട്ടെന്ന് പറഞ്ഞാൽ നല്ല കട്ടുള്ള ഐറ്റംസാണ്. പിന്നെ നമുക്ക് നൈട്രജൻ്റെ നല്ല സോഴ്സാണ് നമ്മുടെ കടലപ്പിണ്ണാക്ക്. പിന്നെ എള്ളും പിണ്ണാക്കിനകത്ത് നമുക്ക് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം കുറച്ച് അവൈലബിൾ ആകും. അതുകൂടാതെ പ്ലസ് നല്ല രീതിയിലുള്ള സിങ്ക് അവൈലബിൾ ആകും. അങ്ങനെയാണ് നമ്മൾ കോമ്പിനേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കണ്ടൻറ്റ് നമ്മൾ ഒന്നിച്ച് മണ്ണിലോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ചെടിക്ക് ഓവറോൾ ഒരു പാക്കേജ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പ്ലസ് നമ്മൾ ഇത് തനിയല്ല കൊടുക്കുന്നത്, നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു 100 ഗ്രാം ഫാക്ടംബോസ് ഒരു ചെടിക്ക് വരുന്ന പോലെ, അതേപോലെ ഒരു 50 ഗ്രാം പൊട്ടാഷ് വരുന്ന പോലെ ഫാക്ടംബോസും പൊട്ടാഷും കൂടെ ആഡ് ചെയ്താണ് കൊടുക്കുന്നത്. നമുക്ക് ക്വിക്കായിട്ട് പെട്ടെന്ന് ചെടി രാസവളങ്ങളാണ് എടുക്കുന്നത്. അതിനുശേഷം ചെടിയും ഈ ജൈവവളങ്ങൾ മണ്ണിലോട്ട് ഇഴുകി ചേർന്ന് ചെടിക്ക് എടുക്കാൻ ഒരു ടൈം എടുക്കും. ആ ടൈം കൊണ്ട് വലിച്ച് ഈ വേനൽക്കാലം മുഴുവൻ കടന്നു പോകാനുള്ള ഒരു ന്യൂട്രിയൻസ് നമുക്ക് ചെടിക്ക് കിട്ടും. ഇത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം ഒരു ചെടിക്ക് ഒരു 1.25 കിലോ രാസവളങ്ങളും കൂടി കൂട്ടി ഒരു 1.25 കിലോ വരുന്ന പോലെ ഒരു കോമ്പോയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി രാജ്ബോസ് ഇട്ട് നിർത്തിയേക്കുകയാണ്, അതിന് ശേഷമാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചെടിക്ക് പിന്നെ ഈ വർഷത്തെ സോയിൽ ആപ്ലിക്കേഷൻ പരിപാടികളെല്ലാം കഴിഞ്ഞു, അടുത്ത ഫോളിയറൊക്കെ കൊടുത്ത് അടുത്ത സീസണിലോട്ട് പോകാൻ ഉള്ള ന്യൂട്രിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു കോമ്പോ സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ഏകദേശം ഒരു 45 രൂപ തൊട്ട് 50 രൂപ വരെ മുടക്ക് വരും നമുക്ക് ഇത് ഇത്രയും ചെയ്തു വരുമ്പോഴത്തേക്ക്. പിന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിരുന്നു പ്രൊഡക്റ്റിന് ക്വാളിറ്റി കുറവുണ്ടെന്ന്. കമൻറ്റ് ചെയ്തവരെല്ലാം കമൻറ്റ് ഞാൻ കണ്ടിരുന്നു. എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മളൊരു സാധനം മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ അവിടെ പോയി ഏതൊരു മില്ലിൽ നിന്നും നമ്മൾ പിണ്ണാക്ക് ഐറ്റംസ് എടുക്കുമ്പോൾ നമ്മളവിടെ പോയി കണ്ട് അവിടുത്തെ മെറ്റീരിയൽസ് കാണുക. നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ഒരു സാധനം നമ്മൾ കണ്ടെടുക്കരുത്.
അവിടെ പോയി നമ്മൾ പൊടിക്കാൻ ഉദ്ദേശിക്കുന്ന വേപ്പും കുരുവാണെങ്കിൽ വേപ്പും കുരു, ആവണക്കും കുരുവാണെങ്കിൽ ആവണക്കും കുരു, എള്ളും പിണ്ണാക്കാണ് എള്ളും പിണ്ണാക്ക്, കടലപ്പിണ്ണാക്കാണ് കടലപ്പിണ്ണാക്ക്, എല്ലാ ഐറ്റംസും നമ്മുടെ കണ്ണിൽ കണ്ടതിന് ശേഷമേ നമ്മൾ പൊടിക്കാവുള്ളൂ. അല്ലാതെ നമ്മളവിടെ പോയി പൊടിച്ച് വെച്ചേക്കുന്നതോ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും സബ്സിഡി കിട്ടുന്നതോ അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുന്നതോ ഒക്കെ മേടിച്ച് നമ്മൾ ക്വാളിറ്റി ഇല്ലെന്ന് പറഞ്ഞാൽ അത് നമുക്കറിയത്തില്ല. നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ കുറച്ച് നാളായിട്ട് പിണ്ണാക്ക് എടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചാൽ നമുക്ക് പോയി പൊടിച്ചുകൊണ്ട് വരുന്നത് നല്ല ക്വാളിറ്റിയാണ്. മേടിക്കുന്നത് പലപ്പോഴും നമുക്ക് ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് നമ്മുടെ കൃഷിക്കാർ മാക്സിമം ഒരാളെ കൊണ്ട് തന്നെ പോകാൻ പറ്റുന്നില്ലെങ്കിൽ എടുക്കാൻ പ്ലാനുള്ള അടുത്തുള്ള 1-2 പേരുകൾ ചേർന്ന് പോയി നല്ല മെറ്റീരിയൽസ് എടുത്ത് പൊടിച്ച് ഒന്നിച്ച് കൊണ്ടുവന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ്. നമ്മൾ ലോക്കൽ ഐറ്റംസ് എവിടെന്നെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്ത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഇല്ലെന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. നമ്മൾ ശരിക്കും നമുക്ക് കാണാൻ കഴിയും, നമുക്ക് അവിടെ പോയാൽ മെറ്റീരിയൽസ് കാണാൻ കഴിയും, കണ്ട് ഇഷ്ടമുള്ള സാധനം എടുത്ത് പൊടിച്ചുകൊണ്ട് വരിക. അപ്പോൾ നമുക്ക് നല്ല റിസൾട്ടോട് എത്താൻ കഴിയും. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും നന്ദി. നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ നമുക്ക് ഒത്തിരി പേര് നമുക്ക് കമൻറ്റ് ചെയ്തിരുന്നു നമ്മുടെ ഈ പ്രോഡക്റ്റിന് ക്വാളിറ്റി കുറവുണ്ടെന്ന്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണുന്ന കൃത്യമായിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമ്മൾ കുറേ നാളായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ നമുക്കിതുവരെ ക്വാളിറ്റിയിലൊന്നും തോന്നിയിട്ടില്ല. ഈ വർഷം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റിസൾട്ട് നമ്മൾ എന്തായാലും നമ്മൾ ഉറപ്പായിട്ടും വീഡിയോയിൽ അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നെഗറ്റീവ് കമൻറ്റ് വന്നതുകൊണ്ട് എന്തായാലും നമ്മൾ ഇട്ട് നോക്കിയിട്ട് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും റിസൾട്ട് നമ്മൾ ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്യും. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.